മുകുന്ദൻ മർദ്ദിച്ചു എന്ന പരാതിയുമായി മാനേജർ വിപിൻ കുമാർ മറ്റൊരു താരത്തിനെ സിനിമയിൽ പ്രകീർത്തിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ പ്രകോപിതനായാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണം. വിപിൻ കുമാർ പറയുന്നത് ഇങ്ങനെ: ഞാൻ 17 വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ആരുടെയും പെയ്ഡ് സർവീസ് ഒന്നും അല്ല. ഉണ്ണി മുകുന്ദൻ ഈയിടെയായി ഒരുപാട് ഫ്രസ്ട്രേഷനിലാണ്. ഈ ഫ്രസ്ട്രേഷൻ കാരണമാണ് ഇങ്ങനെ ഒരു പെരുമാറ്റം. കാരണം മറ്റൊന്നുമല്ല, മാർക്കോയ്ക്ക് ശേഷമുള്ള ഒരു പടവും തന്നെ ഹിറ്റാവുന്നുമില്ല. അധികം പടത്തിലോട്ടൊന്നും ചാൻസ് കിട്ടുന്നുമില്ല. അങ്ങനെയുള്ള ഈ ഒരു വേളയിൽ ഞാൻ വേറൊരു സിനിമയ്ക്ക് ആ ഒരു സിനിമയുടെ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ഇട്ടതും അത് കണ്ട ഉടനെ തന്നെ ഉണ്ണി മുകുന്ദൻ എന്നെ വിളിച്ചു. പെട്ടെന്ന് തന്നെ അത് മാറ്റണമെന്നും താഴോട്ട് എൻ്റെ അടുത്തേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ പോയപ്പോഴാണ് എനിക്ക് മർദ്ദനമേറ്റതെന്ന് ഉള്ള പരാതിയാണ്. ഞാൻ ആരുടെയും അടി വാങ്ങിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരുടെയും പെയ്ഡ് സർവീസ് അല്ല ചെയ്യുന്നത്. 17 വർഷം കൊണ്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. എനിക്കൊരാവശ്യവുമില്ല ഉണ്ണി മുകുന്ദൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങിക്കേണ്ടതും അദ്ദേഹം പറയുമ്പോൾ പോസ്റ്റ് റിമൂവ് ചെയ്യേണ്ടതും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഉണ്ണി മുകുന്ദൻ്റെ ഒരുപാട് ഫ്രസ്ട്രേഷനിലൂടെ അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്നാൽ പോലും ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആരും തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയില്ല. പക്ഷേ ഞാൻ ഇതുവരെയും അദ്ദേഹത്തിന് ഇട്ടിട്ട് പോയിട്ടില്ല. ഇത് എൻ്റെ ദേഹത്ത് മർദ്ദനമേറ്റത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത്. എന്തായാലും എനിക്കിതിന് മുന്നോട്ടുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ എനിക്കത് അറിയണം. അത് ഞാൻ എന്താണെങ്കിലും സ്വീകരിക്കുക തന്നെ ചെയ്യും. വിപിൻ കുമാറിൻ്റെ വാക്കുകളിലോട്ട് നമുക്ക് പോകാം. രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം. പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ആക്ച്വലി. ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എക്സെപ്റ്റ് പരാജയപ്പെട്ടു. പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഇന്ന് കൂടില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിനൊരു പരിധിയുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്നൊരു പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ രാത്രി വിളിച്ച് പറഞ്ഞു, മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. അല്ല, ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ അതെ ഫോണിൽ വിളിച്ചിട്ടാണ്. അതെ ഇങ്ങോട്ട് വരാൻ പറയാം. അല്ല, എനിക്കൊന്ന് നരിവേട്ട സിനിമയുടെ പോസ്റ്റ് അത് നല്ല സിനിമയാണെന്ന് ഇതിൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന അതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത്. ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒരു പെയ്ഡ് മാനേജർ അല്ല. ഞാൻ PR കൺസൾട്ടൻ്റ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വർക്ക് ചെയ്യുന്നു. ഞാൻ 500 പരം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിയാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് വിപിൻ കുമാർ എല്ലാവരോടും ന്യൂസ് ചാനലിനോടൊക്കെ പറഞ്ഞത്. എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്.